പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2026 ബി.എഡ് അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെന്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ മാൻഡേറ്ററി ഫീ അടക്കുക. അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ മാൻഡേറ്ററി ഫീ അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ഒന്നാമത് പറയാനുള്ളത്. നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷനിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങൾക്ക് പെർമനന്റ് അഡ്മിഷൻ എടുക്കാം. നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ ഒന്നാമത്തെ ഓപ്ഷൻ അല്ല, മറ്റേതെങ്കിലും ഓപ്ഷനാണ് ലഭിച്ചതെങ്കിൽ നിങ്ങൾ അതിൽ താല്പര്യമില്ല എങ്കിൽ നിങ്ങൾ മാൻഡേറ്ററി ഫീ അടച്ച് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. അബി ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഇവിടെ കാണുന്ന ഫസ്റ്റ് അലോട്ട്മെന്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും. ഇവിടെ ക്യാപ് സെക്യൂരിറ്റിയും കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെന്റ് കാണാം. അലോട്ട്മെന്റിന് തൊട്ടടിയിൽ മാൻഡേറ്ററി ഫീ അടക്കാനുള്ള ഒരു ഭാഗം ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മാൻഡേറ്ററി ഫീ അടക്കാവുന്നതാണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാവുന്നതാണ്. മാൻഡേറ്ററി ഫീ ആയിട്ട് അടക്കേണ്ടത് SC ST OEC വിദ്യാർത്ഥികൾ 155 രൂപ, മറ്റുള്ള വിദ്യാർത്ഥികൾ 610 രൂപ. അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമേ മാൻഡേറ്ററി ഫീ ഇപ്പോൾ അടക്കാൻ പോസിബിൾ ഉള്ളൂ. ഓക്കെ, ആ കാര്യം മനസ്സിലാക്കി വെക്കുക. മാൻഡേറ്ററി ഫീ അടക്കുന്നതിന് ലിങ്ക് ഈ വരുന്ന 1-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് വരെ ലഭ്യമാകും. അത് കഴിഞ്ഞാൽ ആ ലിങ്ക് ലഭ്യമാവില്ല. മാൻഡേറ്ററി ഫീ അടച്ചാൽ ഒരു റെസിപ്റ്റ് കിട്ടും, അതെടുത്ത് സൂക്ഷിച്ചു വെക്കുക. ഈ പറയുന്ന 1-ാം തീയതി വൈകുന്നേരം 4 മണിക്കുള്ളിൽ നിങ്ങൾ മാൻഡേറ്ററി ഫീ അടച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അലോട്ട്മെന്റ് പ്രക്രിയയിൽ നിന്ന് പുറത്താകും. സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങളെ പരിഗണിക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. 1-ാം അലോട്ട്മെന്റിന് ശേഷം തിരുത്തലുകൾ വരുത്തേണ്ടവർ 2-ാം അലോട്ട്മെന്റിന് ശേഷം എഡിറ്റ് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും തിരുത്തലുണ്ടെങ്കിൽ 2-ാം അലോട്ട്മെന്റിന് ശേഷം മാത്രമേ എഡിറ്റിംഗ് ഉള്ളൂ. ഇനി 1-ാമത്തെ കോളേജ് ഓപ്ഷൻ ലഭിച്ചു എന്ന് കരുതുക. ആ വിദ്യാർത്ഥികൾ മാൻഡേറ്ററി ഫീ അടക്കുക, കോളേജിൽ പോയിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കുക. 1-ാമത്തെ ഓപ്ഷൻ ലഭിച്ചവർക്ക് പിന്നെ മറ്റൊരു ഓപ്ഷൻ ഇല്ല, പെർമനന്റ് അഡ്മിഷൻ എടുക്കണം. പെർമനന്റ് അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ 1-ാമത്തെ ഓപ്ഷൻ കിട്ടിയിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അലോട്ട്മെന്റിൽ നിന്ന് പുറത്താക്കും. ലഭിച്ച ഓപ്ഷനിൽ തൃപ്തരായ വിദ്യാർത്ഥികളുണ്ടാവും. നിങ്ങൾക്ക് 7-ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്, അതിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ അതിന് മുന്നിലുള്ള ഓപ്ഷനുകളൊക്കെ ക്യാൻസൽ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഈ വരുന്ന 1-ാം തീയതി വൈകുന്നേരം 4 മണിക്കുള്ളിൽ കോളേജിൽ പോയിട്ട് സ്ഥിരപ്രവേശനം നേടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷനിൽ തൃപ്തരാണെങ്കിലും പെർമനന്റ് അഡ്മിഷൻ എടുക്കുക. 1-ാമത്തെ ഓപ്ഷൻ കിട്ടിയവരും പെർമനന്റ് അഡ്മിഷൻ എടുക്കുക. ക്ലാസ്സുകൾ 1-ാം തീയതി ആരംഭിക്കും, ജൂലൈ 1-ാം തീയതി. ഇനി 1-ാമത്തെ ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിച്ചു, 1-ാമത്തെ അലോട്ട്മെന്റ് ലഭിച്ചു, ഹയർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 5-ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്, 4 ഹയർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഹയർ ഓപ്ഷൻ നിലനിർത്തുകയാണെങ്കിൽ മാൻഡേറ്ററി ഫീ മാത്രം അടച്ചാൽ മതി. എന്നിട്ട് സെക്കൻഡ് അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്യുക. ലഭിച്ച ഓപ്ഷനിൽ തൃപ്തരായവരെ ഹയർ ഓപ്ഷൻ പരിഗണിക്കുകയാണെങ്കിൽ നിർബന്ധമായി ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷനിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ എന്ത് ചെയ്യാം, ഹയർ ഓപ്ഷൻ പരിഗണിക്കേണ്ടതില്ലെങ്കിൽ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യേണ്ടതാണ്. ഇനി ഹയർ ഓപ്ഷൻ നിലനിർത്തുന്ന പക്ഷം, നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷനിൽ ഹയർ ഓപ്ഷൻ നിലനിർത്തുന്ന പക്ഷം, നിങ്ങൾക്ക് 5-ാമത്തെ ഓപ്ഷനാണ് കിട്ടിയ എല്ലാ മുന്നിലുള്ള 4 ഹയർ ഓപ്ഷനുകളും നിലനിർത്തിയാൽ അടുത്ത അലോട്ട്മെന്റിൽ 3-ാമത്തെ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് പോയി അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇതോടുകൂടി ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ച ഓപ്ഷന് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതുമാണ്. ഓക്കെ, നിങ്ങൾക്ക് 5-ാമത്തെ ഓപ്ഷൻ ഇപ്പോൾ കിട്ടി, സെക്കൻഡ് അലോട്ട്മെന്റിൽ 3-ാമത്തെ ഓപ്ഷനാണ് കിട്ടിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞാൽ 3-ാമത്തെ ഓപ്ഷൻ എവിടെ കിട്ടിയോ അവിടെ പോയി പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടി വരും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർമനന്റ് അഡ്മിഷൻ എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ 5-ാമത്തെ ഓപ്ഷൻ അതോടുകൂടി ക്യാൻസൽ ആയി പോകും. ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യുന്നതിന് വിദ്യാർത്ഥി അവരുടെ ക്യാപ് സെക്യൂരിറ്റിക്ക് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം ആവശ്യമില്ലാത്ത ഓപ്ഷനുകൾ ക്യാൻസൽ ചെയ്യും. ശേഷം പുതിയ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. നിങ്ങൾക്ക് വേണ്ട ഓപ്ഷനുകൾ മാത്രം നിലനിർത്തുക, ബാക്കിയുള്ള ഓപ്ഷനുകൾ ഡിലീറ്റ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഹയർ ഓപ്ഷൻ ഭാഗികമായോ പൂർണ്ണമായിട്ടോ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. അലോട്ട്മെന്റ് അഡ്മിഷൻ എന്നിവ ബന്ധപ്പെട്ട വ്യക്തിഗത അറിയിപ്പ് സർവകലാശാലയിൽ നൽകുന്നതല്ല, ഓരോരുത്തരും വ്യക്തിഗതമായിട്ടുള്ള അറിയിപ്പുകൾ നൽകുന്നതല്ല എന്നുകൂടി അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.